ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മള് ക്യാമറ ഇല്ലാത്ത സ്പോട്ട് തിരഞ്ഞു പോവുകയാണ്. അങ്ങനെയല്ല, കല്ലമ്പല റോഡിൽ പോകുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ക്യാമറ വെട്ടിച്ചെങ്ങനെ പോകാം, അതാണ് നമ്മളിത് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല. കേക്ക് കൊടുക്കാൻ വേണ്ടി ക്യാമറ ഇല്ലാതെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. അപ്പോ ഞാൻ ആ വഴി കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഞാനിന്ന് രാജാക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഗുഡ് ഗായ്. ഗൈസ്, നമ്മൾ അങ്ങനെ ഊട് വഴി കേറിയൊക്കെയാണ്. പിന്നെ ഈ വഴി ലെഫ്റ്റ്, റൈറ്റ് റൈറ്റ് റൈറ്റ്. ഗൈസ്, റൈറ്റ് ആണ്. രാജാക്കൊന്നും അറിഞ്ഞൂടാ. പണ്ട് ഞാൻ നിന്നെ വഴി തെറ്റിച്ചു, ഇപ്പൊ നീ എന്നെ വഴി തെറ്റിക്കും. വഴി തെറ്റിച്ചില്ലല്ലോ, ശരിയായ വഴിയാ ഞാൻ പറഞ്ഞത്. നേരെ ചെന്ന് കല്ലമ്പലം ഇറങ്ങും. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. എന്താ ഫാത്തിമ നിന്റെ ഉദ്ദേശം? കൊല്ലാമല്ലോ കൊണ്ടുപോകണം വഴി പറഞ്ഞു തന്നിട്ട്. അത് അപ്പുറത്തെ ഒരു ക്യാമറ കട്ട് ചെയ്യാൻ വേണ്ടിയാണോ നീ എന്നെ ഇത്രയും ഈ കാട്ടിനുള്ളിൽ കൂടിയൊക്കെ വണ്ടി ഓടിപ്പിച്ചത്? അതെ, പിന്നെ അവൻ ഇത് കൊടുക്കോ പൈസ? പപ്പുവിന്റെ വണ്ടിയാണ്, പപ്പൂസിന്റെ. അവൻ കൊടുക്കോ പൈസ? ഇങ്ങനൊരു യാത്രക്ക്, സാഹസിക യാത്രക്ക് ഞങ്ങൾക്ക് വണ്ടി തന്ന് സഹായിച്ച സുഹൈൽ കണമോൻ പപ്പൂസിന് ഞങ്ങളുടെ ഉന്നതമായ ഒരു കൂപ്പുകൈ. നന്ദി 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 നന്ദി, നമസ്കാരം. നമ്മളിപ്പോ എത്തും. റൈറ്റ് റൈറ്റ്. ഇത്ര ലോങ്ങോ? ഇതിനേക്കാളാ 150 രൂപയുടെ ഫൈൻ അടിച്ചാല്. 150 ഒന്നും അല്ല, 2 ഹെൽമെറ്റ് 1000. അതുകൊണ്ടാ കല്ലമ്പലം എത്തി, റോഡെത്തി. ഇത് കോമഡി എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ചുമ്മാ ഇരിക്കൂ. സത്യം. ഞാൻ ഇവിടെ ഇറങ്ങട്ടെ? വേണ്ട, ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം. വേണ്ട, ഒറ്റയ്ക്ക് ഓടിച്ചു. ബ്രേക്ക്. അയ്നോ, അതെ, ഇത്രയും. രാജ, ഞാൻ ഇവിടെ ഇറങ്ങാം. രാജ സീരിയസ് ആയിട്ട്. രാജ അള്ളാണ്. രാജ ഇവിടെ ഇറങ്ങാം. രാജകുമാരി എത്തി. ഷോർട്ട് കട്ട് തന്നെ. ഞാൻ ആദ്യം ഒന്ന് പതറി. അല്ല, എന്തിനാ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. വീട് നോക്ക്. പള്ളിയായിരുന്നോ? വീടാ പള്ളിയാ? നമസ്കാരം പറഞ്ഞു. കുറച്ച് ക്യൂട്ട്നെസ് ഇടുവോ? കഴിക്കാൻ വേണ്ട പെരി പെരി അൽഫാം മന്തി. എന്തുകൊണ്ടാണ് എന്നെ RFCയിൽ കൊണ്ടുവന്നത്? RFCയിൽ കൊണ്ടുവന്ന ഇവിടുത്തെ പെരി പെരി മന്തി നല്ലതായതുകൊണ്ട്. ഏതിനാ അറിയിച്ചില്ല? നോക്കട്ടെ. നിന്നെ കെട്ടിയെന്തിന്? സ്വന്തമായിട്ടൊരു പ്ലേറ്റ് പോലും സൈഡിലെടുത്ത് വെച്ച് തിന്നാറുണ്ട്. നിങ്ങളൊക്കെ എന്തിനാണ് വീട്ടിൽ ജോലി ചെയ്യില്ല ഗൈസ്? എന്തെങ്കിലും ഒരു പണി എടുക്കൂ. എന്ത് ചെയ്യും ഗൈസ്? എന്റെ വിധി. വന്നല്ലോ. ഏത് പീസോടാ തൊട്ട് കാണിക്കും? ഇപ്പൊ മനസ്സിലായ ഗൈസ് എനിക്ക് എന്താ ഫാത്തിമ ഇത്ര ഇഷ്ടം. ചെസ്റ്റ് പീസ് വേണ്ട, മറ്റേതിലിട്. ഏതില്? അപ്പോ രാജ, ഇതെനിക്ക് വിശപ്പ് മാറിയില്ലെങ്കിൽ കുറച്ച് ഇതിൽ നിന്ന് പിക്കുവേ. ഇത് ഞാൻ എടുത്തോട്ടെ? കരിഞ്ഞതൊക്കെ എടുത്തോ, ഒരു കുഴപ്പമില്ല. കരിഞ്ഞത് മാത്രം എടുക്കോ. ചെസ്റ്റ് പീസിന്റെ ബാക്കി ഒരു സൈഡും തുടങ്ങി. ചെസ്റ്റ് പീസ് ചെറുതായി പോയി, ഒരു കുഴപ്പമില്ല. ഇത് ഇളം കോഴിയാണ്. തെറ്റിദ്ധാരണ അങ്ങനെ പറഞ്ഞ ആശ്വസിച്ചു. മയോണൈസ് കുറച്ച് കൂട്ടിയാൽ കേട്ടോ. ഒന്നാമത് നിങ്ങൾക്ക് വയറ് വെച്ച് എനിക്ക് ഇട്ട് തരാനൊന്നും പറ്റൂല. അതൊക്കെ വീട്ടില് ഞാണെങ്കിൽ എടുത്തു തിന്നു. ഇതോ? അതെനിക്ക് വേണ്ട, അത് അവഗണിക്കപ്പെട്ടവനാണ്. ഞാൻ കഴിച്ചോട്ടെ വീഡിയോ എടുത്തു. ഓ ശരി, ബൈ. ആ പ്ലേറ്റിൽ അങ്ങോട്ട് എടുത്ത് വിളമ്പ്. അതിന്റെ മഹത്വം എന്താണെന്ന് നിനക്ക് അറിയില്ല? ഓ, അറിയണ്ട. നമ്മൾ ചോദിച്ച് വാങ്ങി തിന്ന സാധനം എനിക്ക് ചെസ്റ്റ് പീസ് വെക്കണ അങ്ങനെ ചോദിച്ചു. അതെ, വീട്ടില് നിങ്ങൾക്ക് എന്താണ് ഞാൻ വിളമ്പിത്ത നമുക്കെടുത്ത് തിന്നോ. മയോണീസ് കുറച്ച് കൂട്ടൂ. ആരും കൊതി വിടത്തൊന്നുമില്ല, പയ്യെ തിന്നാൽ മതി.
ഓക്കെ, തിന്നു ഗൈസ്, ഞാൻ തിന്നാം. എനിക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ പീസാണ് മൊരിഞ്ഞത്, രാജയുടെ പീസ് ഇത്ര മൊരിഞ്ഞെന്നില്ല. പായസം കണക്ക് തിന്നുന്നു ഗൈസ്. മയോണൈസ്, തക്കാളിയുടെ ചട്നി, ഉള്ളി, പിന്നെ നാടൻ കോഴിയിൽ നിന്ന് പിച്ചെടുത്ത ഒരു പീസ്. നാടൻ കോഴിയോ? ബ്രോയിലർ കോഴി? ഏതൊക്കെ ഇന്ത്യ ആയിക്കട്ടെ, കോഴിയിൽ നിന്ന് പിച്ചെടുത്ത ഇങ്ങനെ വെക്കാം. അത് പായുടെ ഉള്ളിലൊരു അത് ഇങ്ങനെ ഓക്കെ ആണോ? സ്വർഗം. കുറച്ച് സ്വർഗം ഞാൻ തിന്നിട്ട് വരാം ഗൈസ്. എന്റെ ഇവിടെ ബാക്കിയിരിക്കണം. ഫുഡ് കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കണം. പിന്നെ നിന്റെ പീസ് വിടാണ്ട് എന്റെ ചെസ്റ്റ് പീസ് എടുത്തു, അങ്ങനല്ലേ? പിന്നെ നിന്റെ പീസ് കൂടാണ്ട് എന്റെ ചെസ്റ്റ് പീസും കൂടി കഴിച്ചെന്നല്ലേ? എല്ലോ? അപ്പൊ അതിലുണ്ടായിരുന്ന മാംസം എന്താ ഇത്, യുദ്ധക്കളോ? വാരി തരട്ടെ? സുഖ ജീവിതം, രാജകീയ പദവി. വെളി വരുമ്പോ മാത്രമേ എനിക്ക് രാജകീയ പദവി. മട അടിക്കുന്നല്ലോ. ഇന്നലെ എല്ലാവരും പറഞ്ഞ ഷുഗർ കട്ടാണെന്ന്, ജലദോഷവും. സീറോ ഷുഗറാ. മട ഇരുന്ന് അടിക്കുന്നു. കൈവിട്ട് വരും. ഒരു ഏമ്പക്കം വിട്ട് അവസാനിപ്പിക്കും. വാങ്ങിച്ചു കൊടുക്കുമ്പോ മാത്രം ഫാത്തിമയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. നല്ല കിണി. എന്തെങ്കിലും ഇതല്ലാണ്ട് ചായ എനിക്ക് വേണ്ട, ഇനിയിപ്പോ വേണ്ട ചായ. ഷുഗർ കട്ടായിരുന്നു പറഞ്ഞിട്ട്. ഷുഗർ കട്ട് നാളെ എടുക്കാമല്ലോ. നമ്മളുടെ അടുത്ത വലിയ ടാസ്ക് ആണ് കേറ്റം കയറുക. രണ്ട് വയറും കേറ്റം കയറുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഒരു ഇതുണ്ട്, ഒരു കരച്ചിലുണ്ട്. അതല്ല ശ്രദ്ധിക്കുക, ഈ ഒരു കേറ്റം 75 കിലോ ഉള്ള ഫാത്തിമാനെ വെച്ച് എനിക്ക് 59 കിലോയേ ഉള്ളൂ. അഥവാ വണ്ടി ബേക്കിലോട്ട് വരികയാണെങ്കിൽ ഗൈസ് 80 കിലോ രാജ, 59 കിലോ ഞാൻ. അപ്പൊ ഈ ഒരു സൗണ്ട് കാണും, സ്വാഭാവികം. ഇത് പ്രത്യേകതര TVSന്റെ പ്രത്യേകതര ഒരു എഞ്ചിനാണ്. അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് നമ്മള്. ആര്? പപ്പൂസ് പറഞ്ഞ് ചെയ്യിപ്പിച്ച എഞ്ചിനാണ്. അതാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ഇത് അലർച്ച. ആണോ? മസ്താങ്ങിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സൗണ്ട്. നല്ല കിണറ് തള്ളിയിടട്ട. ഒന്ന് കളഞ്ഞു. ഇവിടെയൊന്നും വെച്ച് നിങ്ങൾ തള്ളിയിട്ടാൽ ആരും അറിയൂല. ഇവിടെയൊന്നും വെച്ച് നിങ്ങൾ തള്ളിയിട്ടാലോ ചിന്തിക്കാം. അത് വേണ്ട. എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, വനിതാ കമ്മീഷൻ. അപ്പൊ ഒരു കയറ്റത്തിലും കേറാതിരുന്ന നിന്റെ വണ്ടി നമ്മൾ അതിസാഹസികമായി ഈ കയറ്റം കയറ്റി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അവന്റെ നെഞ്ച് കത്തുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നു, നല്ല നല്ല ചാറ്റൽ മഴയുണ്ട്. എനിക്ക് പനിയാണ്, നല്ല പനിയാ. എന്നിട്ടാണ് മൂക്കുമുട്ട തിന്നിട്ടിരിക്കുന്നത്. പനിയാണെന്ന് പറഞ്ഞാലും സാധാരണ തിന്നേണ്ടത് വല്ല കഞ്ഞിയോ ചോറോ. അതെ, ഞാൻ മാത്രമാണോ പനി പിടിക്കുമ്പോ മന്തി തിന്നുന്ന? ഞാൻ മന്തിയെ തിന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താ തിന്നുന്നത്? നല്ല തണുത്ത ക്രിസ്പി. ഞാൻ നല്ല സ്റ്റാമിന ഉള്ള കൂട്ടത്തിലാണ്. കപ്പലണ്ടി ഇനി കപ്പലിനുള്ള വയറുണ്ടോന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ ഒഴിച്ചിട്ടിട്ടുണ്ട്. രാജ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡാ. ഒരു ചായ വാങ്ങി തരാൻ പറഞ്ഞിട്ട് വാങ്ങി തരുന്നില്ല ഗൈസ്. പിരിഞ്ഞു പോവൂന്നാ പറയുന്ന. കോഫി ആയാലും മതി. ഒരു മനസാക്ഷി ഉണ്ടാവാത്ത മനുഷ്യൻ ഗൈസ്.
എനിക്ക് ചായ അടിക്കാൻ തോന്നുന്നു. അയ്യോ നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് മഴയത്തൊക്കെ ചായയൊക്കെ കുടിക്കുക, പിന്നെ അനഞ്ഞു കിടക്കുന്ന മഴയത്ത് ചായ കുടിക്കാന്ന് വെച്ചാ ഒരു വെച്ചാണ് ഇടിവെട്ടി കണ്ടാ? മിന്നലടിക്കും. ഇടിവെട്ടിയതല്ല, സോറി, മിന്നലായതാ. ക്ലൈമറ്റ് ഇതിലെ ഗൈസ്, ലൈറ്റ്, ശിവഗിരി ഉത്സവത്തിന് ലൈറ്റ്. ഇവിടെ കുറച്ച് മഴയെ പെയ്തുള്ളൂ രാജാ. ഏത് ഇതോ? ആ ആര് പറഞ്ഞത്? എടുത്തപ്പോഴാണ് പെണ്ണ് ചിരിച്ചത്. അല്ല ഗൈസ്, പറ, ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ് കേട്ടോ. പക്ഷെ ഫുഡിനേക്കാളും കിടിലം ഒന്നും കേക്കുന്നില്ല. ഫുഡിനേക്കാളും കിടിലം ക്ലൈമറ്റ് കണ്ടോ? ഇങ്ങനെ വരുന്ന രസം. കാറിലൊന്നുമില്ല, ഇങ്ങനെ വരുന്ന രസം. എന്താ വിറക്കാന്ന് പറഞ്ഞ വിറയ്ക്കുന്നില്ല, അതാണ് തണുക്കുന്നില്ല. ഗൈസ്, കിടിലമാണ്, കിടിലം. അവര് കടയൊക്കെ അടച്ചു. ഹെൽത്ത്. നമ്മൾ വീടെത്താറായല്ലേ? ഓ, അമ്മാലൂരെ പോലെ എനിക്ക് സങ്കടമായി. വീടെത്തണ്ട, പയ്യെ എത്തിയാ മതിയായിരുന്നു വീട്. ഓ, ഇപ്പോഴും ഒരു മിന്നൽ വെട്ടി. ഫോൺ അടച്ചു വെക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക ഗൈസ്, കമന്റ് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക ഗൈസ്, ഹൈപ്പ് ചെയ്യുക ഗൈസ്. ചെയ്യുക ഗൈസ്. ബൈ ബൈ ബൈ.